കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാര്യം അല്പം രസകരവും അതേസമയം സാമൂഹികമായി ഗൗരവകരമായ ചർച്ച അർഹിക്കുന്നതുമാണ്. പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. രൂപീകരിക്കാനുണ്ടായ കാരണക്കാരനാവട്ടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. യുവാക്കളാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും പാർട്ടിക്ക് പറയാൻ സ്ഥാപക നേതാവോ ഹൈക്കമാൻഡോ ഒന്നുമില്ല. എവിടെ വൈഫൈ വർക്ക് ചെയ്യുന്നോ അവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൈറ്റിൽ പറയുന്നത്. പാർട്ടിക്ക് സ്പോൺസർമാർ ആരുമില്ലെന്നും ഫണ്ടൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും കോക്രോച്ച് ജനതാ പാർട്ടി .org എന്ന പാർട്ടി സൈറ്റിൽ തന്നെ വ്യക്തമാക്കുന്നു. കേൾക്കുമ്പോൾ രസകരമെങ്കിലും പാർട്ടി രൂപീകരിക്കാൻ ശക്തമായ കാരണമുണ്ട്. യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കഥ വിശദമായി പറയാം. ഫാക്ട് ആൻഡ് ഫോക്കസിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു നിസ്സാര വിഷയത്തിലുള്ള കേസ് എത്തുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിരുന്നത്. കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പ്രസ്താവന നടത്തി. നമ്മുടെ നാട്ടിൽ ചില യുവാക്കളുണ്ട്, പാറ്റകളെ പോലെയാണ് അവർക്ക് ജോലിയൊന്നും ലഭിക്കുന്നുമില്ല, അവർ ഒരു ജോലിയുടെയും ഭാഗവുമല്ല. അവരിൽ ചിലർ സ്വയം മാധ്യമങ്ങളായി മാറുന്നു, ചിലർ സോഷ്യൽ മീഡിയകളായി മാറുന്നു, ചിലർ RTI ആക്ടിവിസ്റ്റുകളായി മാറുന്നു. എന്നിട്ട് അവർ എല്ലാവരെയും ആക്രമിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പ്രസ്താവന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ യുവാക്കളെ അപകീർത്തിപ്പെടുത്തിയെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഒടുവിൽ ചീഫ് ജസ്റ്റിസ് തന്നെ തൻ്റെ പ്രസ്താവനയ്ക്ക് വിശദീകരണം നൽകി. കള്ള സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിയമ മേഖലയിൽ ഉൾപ്പെടെ കടന്നു വരുന്ന യുവാക്കളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും പൊതുവിൽ പറഞ്ഞതല്ലെന്നും ഇന്ത്യയിലെ യുവാക്കൾ തന്നെ പ്രചോദിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോഴേക്കും വിഷയം കത്തിക്കയറി. സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ വിഷയം ഏറ്റെടുത്തു. ആ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു അക്കൗണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടി .org എന്ന സൈറ്റിൽ നോക്കിയാൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ കാണാം. തൊഴിൽ രഹിതരുടെയും മടിയന്മാരുടെയും ശബ്ദമാണ് ഞങ്ങൾ എന്നതാണ് സൈറ്റ് പരിശോധിച്ചാൽ പ്രത്യക്ഷപ്പെടുന്ന മുഖവാചകം. സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പാർട്ടിയുടെ വിഷനും മിഷനും എല്ലാം വായിക്കാം. ഓൺലൈനിൽ നിരന്തരം മടിയന്മാരെന്ന് വിളിക്കപ്പെടുന്ന, അടുത്തിടെ പാറ്റകൾ എന്ന് വിളിക്കപ്പെട്ട യുവാക്കൾക്കായി ഒരു പാർട്ടി സംഘടിപ്പിക്കുക, അതാണ് പാർട്ടിയുടെ മിഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോക്രോച്ച് പാർട്ടിയുടെ മാനിഫെസ്റ്റോയും സൈറ്റിൽ കാണാൻ കഴിയും. 5 കാര്യങ്ങളാണ് മാനിഫെസ്റ്റോയിലുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഒരു ചീഫ് ജസ്റ്റിസിനെയും റിട്ടയർമെൻറ്റിനു ശേഷം രാജ്യസഭാ അംഗമാവാൻ അനുവദിക്കില്ല. പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനത്തിലും അല്ലാത്തവയിലും ഏതെങ്കിലും പൗരൻ്റെ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ അസാധുവാക്കിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA പ്രകാരം ജയിലിലടക്കും. പാർലമെൻറ്റ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ നൽകും. അംബാനി അദാനി ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കും. പാർട്ടിയിൽ നിന്നും കൂറുമാറുന്ന MLA MP മാരെ 20 വർഷത്തേക്ക് വിലക്കും എന്നതൊക്കെയാണ് മാനിഫെസ്റ്റോയിലുള്ള 5 കാര്യങ്ങൾ. കാര്യങ്ങൾ അങ്ങേയറ്റം സർക്കാസ്റ്റിക് ആണെങ്കിലും നിലവിലുള്ള പല സാഹചര്യങ്ങളെക്കുറിച്ച് പറയാതെ പറയുകയാണ് പാർട്ടി മാനിഫെസ്റ്റോ. എക്സിൽ അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ആയിരക്കണക്കിന് ജനങ്ങളാണ് അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. ആദ്യ 24 മണിക്കൂറിൽ 15,000 ഫോളോവേഴ്സും നിലവിൽ 40,000 ഫോളോവേഴ്സും കടന്നിരിക്കുകയാണ് പാർട്ടിയുടെ എക്സ് അക്കൗണ്ട്. യുവാക്കൾ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും പാർട്ടിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ചേരാനുള്ള തങ്ങളുടെ ആഗ്രഹം എക്സിലൂടെ പങ്കുവച്ചു. അതിന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഹാൻഡിലിൽ നിന്നും ലഭിച്ച മറുപടിയും വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ജനാധിപത്യം ആഗ്രഹിക്കുന്ന പോരാളിയാണ് നിങ്ങൾ, കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം എന്നായിരുന്നു മഹുവ മൊയ്ത്രക്ക് നൽകിയ മറുപടി. പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിലേക്ക് യുവാക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങളെ രാജ്യവിരുദ്ധരായും ജനാധിപത്യ വിരുദ്ധരായും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അവരോട് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിയുറച്ച വിശ്വാസികളാണെന്ന് അറിയിക്കുന്നെന്നും പാർട്ടിയുടെ എക്സ് ഹാൻഡിലിൽ നിന്നും പോസ്റ്റ് വന്നിരുന്നു. മൊത്തത്തിൽ ദുരൂഹവും സർക്കാസ്റ്റിക്കും കുറച്ചു കൂടുതൽ ഫാസിസ്റ്റ് വിരുദ്ധവുമായി തുടരുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടി തൊടുത്തുവിടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ചെന്ന് തറക്കുന്നതാവട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടിലും ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന ചില അപ്രിയ യാഥാർത്ഥ്യങ്ങളിലേക്കും തന്നെയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പ്രസ്താവന അതിന് വെറുമൊരു വെടിമരുന്നാവുക മാത്രമായിരുന്നു. കാരണം ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചത് ആരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഇന്ത്യയിലെ സാമാന്യബോധമുള്ള പൗരന്മാർക്കെല്ലാം വളരെ കൃത്യമായി തന്നെ ബോധ്യമുണ്ട്.